നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെസ്സിയെക്കുറിച്ചാണ്. മെസ്സി കേരളത്തിലേക്ക് വരും, കേരളത്തിലേക്ക് വരില്ല എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ജനങ്ങൾ അറിയാതെ പോയ, ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവരറിയാതെ പോയ അതിൻ്റെ പിന്നിലുള്ള വേറെ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ മെസ്സിജിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു കേരളത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നുള്ളത്. നല്ല കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ വരികയാണെങ്കിൽ ഒരു ഫുട്ബോൾ പ്രേമികൾക്ക് അതൊരു ആവേശമാണ്. അല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം വന്നുകൊണ്ട് കേരളത്തിലെ പട്ടിണി മാറുമെന്ന് വെച്ചാൽ മാറുമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വന്നു എന്നുള്ളതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ കേരളത്തിലെ ഫുട്ബോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലെത്തും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റുമെന്നില്ല. പക്ഷേ ഫുട്ബോൾ പ്രേമികൾക്ക് അതൊരു നല്ല അനുഭവമായിരിക്കും. അത്രയേ നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ, ഞാൻ മനസ്സിലാക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ന ഗ്രൗണ്ടിലേക്ക് കളിക്കും എന്നുള്ള അഭിപ്രായമൊന്നും അദ്ദേഹത്തിനില്ല. കാരണം നിങ്ങൾക്ക് എവിടെ അടിച്ചു നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് നെറ്റിലൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അദ്ദേഹം കൊൽക്കത്തയിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അവിടെ ഒരു സാധാ ഗ്രൗണ്ടിലാണ് കളിച്ചത്, അല്ലാണ്ട് അത്ര വലിയ ഒരു നല്ല ഗ്രൗണ്ട് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഒരു വളരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗ്രൗണ്ടൊന്നും ആയിരുന്നില്ല അത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫിഫ റാങ്കിങ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടല്ല. പക്ഷേ എന്നിട്ട് അദ്ദേഹം അവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും എനിക്ക് ഈ ടൈപ്പ് ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ ഞാൻ കളിക്കുന്നൊന്നും അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയുന്നതെന്ന് എനിക്കറിയാം. അന്ന് അദ്ദേഹം സാൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്നാണ് അവിടെയാണ് കളിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ടിക്കറ്റ് ചാർജൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ഇപ്പോൾ 700 രൂപ, 1000 രൂപ, VIP-ക്ക് 3590. ദാറ്റ് ഈസ് 700 രൂപയുടെ ടിക്കറ്റ് തൊട്ട് 3590 ടോപ്പ് ടിക്കറ്റ് വരെയാണ് അന്ന് അവർ വെച്ചത്. കാരണം അന്ന് സ്പോൺസർമാർ പറഞ്ഞത് പരമാവധി ഞങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പൈസ കൂട്ടി വയ്ക്കാം, പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ കളി മിസ്സാവുമല്ലോ. അപ്പം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹത്തെ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അന്നത്തെ സ്പോൺസർമാരൊക്കെ ആ സമയത്ത് പറയുകയും അതുകൊണ്ട് ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. ശരി, അവിടെ കേട്ടെ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ പറയുന്ന ഒരു നാഷണൽ ലെവലായാലും ഇൻ്റർനാഷണൽ ആയാലും, ഞാൻ പറയുന്നത് അതിപ്പോൾ മലയാള സിനിമയിലിപ്പോൾ ഒരു നടനെ നിങ്ങളുടെ ഒരു ഷോപ്പിന് ഇനോഗ്രേഷനോ കൊണ്ടുവരണം. എന്താണ് ചെയ്യേണ്ടത്? ഈസിയാണ്. അയാളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഏട്ടാ ഇന്ന ദിവസങ്ങൾ ഫ്രീ ഉണ്ടോ ചോദിക്കുക, കഴിഞ്ഞു. അതേപോലെ നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ഒരു ഇൻ്റർനാഷണൽ ആളെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? മെസ്സിജിയെ വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന ദിവസം ഞങ്ങൾ പരിപാടി വയ്ക്കുന്നുണ്ട്, അതെന്ത് പരിപാടി ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ അന്ന് ഫ്രീ ആണോ ചോദിക്കുക. അപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഒരു പേയ്മെൻ്റ് ഉണ്ട്. സപ്പോസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേയ്മെൻറ്റ് 1 കോടിയാണെന്ന് സങ്കല്പിച്ചു, എനിക്കറിയില്ല, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആ 1 കോടി രൂപ അവിടെ കൊടുക്കണം. അപ്പോൾ 1 കോടി രൂപ കൊടുക്കുന്നിടത്ത് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കൺഫർമേഷൻ പറയുകയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ബാക്കി സമൂഹ മാധ്യമങ്ങളിൽ ഞാനിങ്ങനെ നവംബർ മാസം ഇന്ന ദിവസം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കുമുള്ള നമ്മളുടെ ഒരു കൺഫർമേഷൻ. കാരണം അദ്ദേഹം ഓക്കെ പറഞ്ഞു. ഇതാണ് വേണ്ടത്. ഇപ്പോൾ മൊത്തം ഒരു ടീമിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ ടീമുമായി ബന്ധപ്പെട്ട് നമ്മൾ ടീമിനോടും സംസാരിച്ച് ടീമിന് വേണ്ട പൈസ കൊടുക്കുക. എല്ലാവർക്കും പൈസ മുൻകൂട്ടി കൊടുക്കണം. ഈ പൈസേൻ്റെ കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ നല്ല ബന്ധമുള്ള ഒരാളൊക്കെയാണ് എടാ നീ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് തരാമെന്നൊക്കെ പറയാം. അത്ര ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ആ ആൾക്ക് നമ്മുടെ സ്പോൺസറിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ ഫുൾ ക്യാഷ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 50-50. ഇപ്പോൾ 1 കോടിയാണെങ്കിൽ 50 ലക്ഷം കൊടുക്കുന്നു, ബാക്കി നിങ്ങൾ ഇവിടെ വന്നിട്ട് തരട്ടോ എന്നറിയും. പക്ഷേ അത് പലപ്പോഴും ഇൻ്റർനാഷണലോ നാഷണൽ ലെവലിലുള്ള ഒരു വാല്യൂ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ക്യാഷ് കൊടുക്കുക എന്നുള്ളത് തന്നെയേ നമുക്ക് ചെയ്യാനുള്ളൂ. 50-50 പരിപാടിയൊന്നുമില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരിപ്പം സ്പോൺസറിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ വന്നു, ഇവിടെ കളിച്ചു, അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള ഇൻട്രാക്ട് നടത്തി വാട്ടവർ, എന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ ഇയാൾ പൈസ കൊടുത്തില്ല, അവരെന്ത് ചെയ്യും? അപ്പോൾ ഇവർ പറയാണ് മോനെ കാർലെ എടാ നീ ഇപ്പോൾ തൽക്കാലം ഒന്ന് അർജൻറ്റീനയ്ക്ക് പോ, എന്നിട്ട് നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലോ നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും, ടിങ് എന്നറിഞ്ഞൊരു മ്യൂസിക് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ പൈസ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് അത് അവർ പൈസ കൊടുത്തില്ല, ഇയാൾ എന്ത് ചെയ്യും? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ പൈസ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇവിടുത്തെ കഥയൊന്നും എനിക്കറിയില്ല, ഇവരെ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഒരാളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, ഒരു വ്യക്തിനെയോ ടീമിനെയോ കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള പൈസ മുൻകൂട്ടി ഇട്ട് കൊടുക്കുക. ഇനി നാളെ അവർ വന്നില്ലെങ്കിലും നമ്മളതിലൊരു തെളിവാണ്. കാരണം ഞാൻ ഇന്ന ദിവസം ഇന്ന ആവശ്യത്തിനായി ആ വ്യക്തിക്ക് പൈസ ഇട്ട് കൊടുത്തു, എന്നിട്ട് ആ വ്യക്തി എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാകുന്നു. കാരണം ആ വ്യക്തി അവിടെ പൈസ ഇത് ചെയ്തിട്ടുണ്ട്, വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, പൈസ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു ആരോപണമാണെങ്കിൽ നമുക്കത് പറയാം. അല്ലാതെ സാധാരണഗതിയിൽ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല.
പിന്നെ ഇതിനു മുമ്പ് മറഡോണ എന്ന് പറഞ്ഞ കളിക്കാരൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രമുഖ ഫുട്ബോളർ ഇവിടെ വന്നു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കേരളത്തിൻ്റെ ഫുട്ബോൾ നിലവാരം ഭയങ്കരമായിട്ട് ഉയരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ മുമ്പ് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മറഡോണ വന്നിരുന്നു. അദ്ദേഹം ഇവിടെ പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ടൊക്കെ പോയി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അദ്ദേഹം വരുന്നു പറഞ്ഞ ദിവസം കറക്റ്റായിട്ട് വന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാട്ടെവർ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ കാര്യങ്ങളും അവർ സംവിധാനം ചെയ്തു കൊടുത്തു. അദ്ദേഹം വളരെ ഹാപ്പിയായിട്ട് അദ്ദേഹം തിരിച്ചും പോയി. ഇതൊരു വലിയൊരു ബഹളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. പൈസ കൊടുത്താൽ കൃത്യമായിട്ട് ആരും വരും, ഇത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ഇദ്ദേഹത്തിന് പകരം സൽമാൻ ഖാൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സൽമാൻ ഖാൻജിൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് പൈസ കൃത്യമായിട്ട് കൊടുത്താൽ അദ്ദേഹം വരും, ഇത്രയേ ഉള്ളൂ. എന്തായാലും മെസ്സിജി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ 3 സിറ്റികളിൽ ഞാൻ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അത് കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം സ്പോൺസർ അദ്ദേഹത്തിന് ഒന്നുകിൽ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് ആ സ്പോൺസറിൽ 100% വിശ്വാസം ഉണ്ടായാൽ മതി. ഇയാളൊരു ഉടായ്പല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരാൾ, അയാളെന്നല്ല ഏതൊരാൾ നമ്മൾ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നവരോ അവിടെ ജെന്യൂനിറ്റി ഉള്ള ഒരാളാണെങ്കിൽ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ സമൂഹ മാധ്യമങ്ങളിൽ അതൊക്കെ അറിയിക്കുക, അവർ കൃത്യമായിട്ട് വരികയൊക്കെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എന്താണോ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഞാൻ വരുന്നു പറയുന്നു. എല്ലാ മാധ്യമങ്ങളിലും ഈ ന്യൂസ് വന്നിട്ടുണ്ട്. അതേസമയം കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം ഈ സംഭവം അറിഞ്ഞോന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും കിടണമല്ലോ, അതുപോലെ അദ്ദേഹം ചെയ്തിട്ടില്ല. എന്തായാലും ഈ മെസ്സിയെയൊക്കെ കൊണ്ടുവരാനുള്ള ഇത്രയും പൈസയുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാരിനായാലും ഈ സ്പോൺസർക്കാരും ചെയ്യാവുന്ന സാധനം എന്താണ്, ഇവിടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എത്ര കളിക്കാരുണ്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതാണ് കേരള ഫുട്ബോളിന് ഏറ്റവും ഗുണകരമായിട്ട് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ ഇടയിൽ ഈ പരിപാടിയുടെ സ്പോൺസർ അവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള മരം മുറിച്ചെന്നോ ഓൾറെഡി 5 വർഷത്തെ ഇതുള്ള ഗ്യാരണ്ടി ഉള്ള പെയിൻറ്റ്, അത് പെയിൻറ്റ് ഈ അടുത്ത കാലത്ത് അടിച്ചു എന്ന് പറയുന്നു. ആ പെയിൻറ്റിൽ വീണ്ടും കുത്തിരുന്ന് പെയിൻറ്റ് അടിച്ചു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയോ കുറേ ന്യൂസുകൾ ദിവസവും ഈ ന്യൂസിൽ മെസ്സി വരുമോ മെസ്സി വരൂലേ, തട്ടിപ്പ്, അരികിട എന്നൊക്കെ പറഞ്ഞ് ഇതിലൊന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ന്യൂസ് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ പേരിലാണ് മെസ്സി വിവാദം, അല്ലെങ്കിൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, മെസ്സിയുടെ പേരിൽ അഴിമതി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ വ്യക്തിയുടെ ഒരു ഇമേജിനെ വളരെ മോശമാക്കുന്ന ഒരു പരിപാടിയാണിത്. എന്തായാലും ഇനിയെങ്കിലും ഈ വിവാദം ഒന്ന് അവസാനിപ്പിക്കണം. മെസ്സി വന്നാലും ഇല്ലെങ്കിലും കണക്കാണ്. അതുകൊണ്ട് കേരളത്തിലെ പട്ടിണി മാറുമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഇതിൽ ഒരുപാട് മെച്ചപ്പെടുകയൊന്നുമില്ല. പക്ഷെ ഒരു ആവേശം നമുക്കുണ്ടാവുമായിരുന്നു. ഏതായാലും അതിന് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിവാദങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് മെഡിഷോ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.